ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സോളാർ ഇൻവെർട്ടറാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ലൂമിനസ് എന്ന് പറയുന്ന കമ്പനിയുടെ സോളാർ ഇൻവെർട്ടറാണ് പരിചയപ്പെടുന്നത്. 1400 വാട്ടും പിന്നെ അതുപോലെ തന്നെ 1000 വാട്ടിൻ്റെ സോളാറിൻ്റെ പാനലും കണക്ട് ചെയ്യാവുന്ന സോളാർ ഇൻവെർട്ടറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ നമ്മുടെ UPS ആയിട്ടും വർക്ക് ചെയ്യിപ്പിക്കാം. അത് രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസാണ് തരുന്നത്. സാധാ ഇൻവെർട്ടർ UPS തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഇനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. UPS എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ ഡിലേ ഉണ്ടാവില്ല. അതായത് നോൺ ഇൻറ്ററപ്റ്റഡ് കറണ്ട് സപ്ലൈ ആണെന്ന് പറയുന്നത്. അതായത് ഒട്ടും തന്നെ കറണ്ട് പോയി വരുന്നതിന് നമ്മൾ അറിയുക പോലുമില്ല. അപ്പോൾ ഓൾറെഡി സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നതിന് UPS അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇൻവെർട്ടർ ആണെങ്കിൽ ജസ്റ്റ് കറണ്ട് പോയിട്ട് 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഇത് ഓൾറെഡി UPS മോഡിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്കിതങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ് നോക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് ബാക്ക് സൈഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഉണ്ടാവും അതിൻ്റെ ബാറ്ററി ഉണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്ലഗ് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഇൻപുട്ടിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ബാറ്ററി ചാർജ് ചെയ്യാനും സോളാർ വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പ്ലഗ്ഗാണ്. ഡയറക്റ്റായിട്ട് കമ്പനി തന്നെ തരുന്നുണ്ട്. ആ 16 ആംസിൻ്റെ പ്ലഗ്ഗാണ് നമ്മൾ ഒരു പവർ പ്ലഗിലേക്കാണ് അത് കണക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കൊടുക്കണം. പിന്നെ 150 AHൻ്റെ സോളാർ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് മാർക്ക് ചെയ്ത ബാറ്ററിയുടെ പ്ലസ് മാർക്ക് ചെയ്ത അതിലേക്ക് നമ്മൾ പ്ലസ് കൊടുക്കുക. നെഗറ്റീവ് മാർക്ക് ചെയ്ത് നെഗറ്റീവ് കണ്ടോ, ഈ നെഗറ്റീവ് മാർക്ക് ചെയ്തേക്കുന്ന ആ വയർ ഗേജ് കൂടിയ വയറുണ്ട്. ആ ഗേജ് കൂടിയ വയറിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾറെഡി ലൂസ് കോൺടാക്റ്റ് വരാത്ത രീതിയിലായിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന സോക്കറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് നോർമൽ 16 ആംസിൻ്റെ പ്ലഗ് ഉപയോഗിക്കുക, 6 ആംസിൻ്റെ പ്ലഗ് ഉപയോഗിക്കുന്ന രീതിയിൽ മൾട്ടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ വേണം നമുക്ക് ഔട്ട് എടുക്കാനായിട്ട്. ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന 2 2-വേ സ്വിച്ചും 2 പ്ലഗും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഇൻവെർട്ടറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ജസ്റ്റ് കയറി കണ്ടിരിക്കാം. പിന്നെ നമ്മൾ ഉണ്ടോ, ഇത് നിങ്ങൾക്ക് PV എന്ന് കൊടുത്തിട്ടുണ്ടാകും. സോളാറിൻ്റെ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന 12 വോൾട്ടിൻ്റെ 1000 വാട്ടിൻ്റെ പാനൽ വരെ നമുക്ക് ഈ സോളാറിൻ്റെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മോഡാണ് കൊടുത്തിരിക്കുന്നത്. എക്കോ മോഡുണ്ട്, അതുപോലെ തന്നെ UPSൻ്റെ മോഡുണ്ട്. പിന്നെ നമ്മളത് UPS അത്യാവശ്യം ചൂടാവുന്നതുകൊണ്ട് അതിൻ്റെ ഹീറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻ, നല്ലൊരു രീതിയിൽ കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ലൂമിനസിൻ്റെ നല്ലൊരു മോഡലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അത്യാവശ്യം നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കേണ്ട കാര്യങ്ങളും ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 വയർ ബാറ്ററിയുടെ BAT ബാറ്ററി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാറ്ററിയിലേക്ക് വരുന്ന 2 ടെർമിനൽ കൊടുക്കുക, പ്ലസ് മൈനസ് മാറാതെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് കൊടുക്കേണ്ട ഇന്നും കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഔട്ട് എന്നാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഔട്ട് നമ്മൾ ഇതുപോലെ തന്നെ 2 പവർ പ്ലഗ് 16 ആംസിൻ്റെ 2 പവർ പ്ലഗ് നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം. റൈറ്റ് സൈഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സോക്കറ്റിൻ്റെ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് 2.5ൻ്റെ വയർ അല്ലെങ്കിൽ 4ൻ്റെ വയർ കൊടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഔട്ടിൽ നിന്നും, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ നിന്നുള്ള പ്ലഗ് സോക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന പ്ലഗ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം. 2 2-വേ സ്വിച്ചും 2 പവർ പ്ലഗും വെച്ച് ചെയ്തിരിക്കുന്ന സെപ്പറേറ്റ് സെക്ഷനിലേക്കാണ് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഈ 2 2-വേ സ്വിച്ചും 2 പവർ പ്ലഗും നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻവെർട്ടർ സെക്ഷൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത്, നമുക്ക് ഇടിവെട്ട് വരുന്ന സമയത്ത് ആ 2 സ്വിച്ച് ഓഫ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ആ 2 പ്ലഗ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് വേറൊരാളുടെ ആവശ്യമില്ലാതെ തന്നെ, നമുക്ക് ഇലക്ട്രീഷ്യൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഊരിടാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ രീതി ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഏകദേശം എമൗണ്ട് MRP കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, MRP കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് 10 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പുതിയതായിട്ട് ഒരു ഇൻവെർട്ടർ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു UPS വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സോളാറിൻ്റെ തന്നെ സെലക്ട് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇനി വരുന്ന കാലങ്ങളിൽ സോളാർ പാനലിലൂടെ കണക്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സോളാർ പാനൽ യൂസ് ചെയ്ത് കറണ്ട് സേവ് ചെയ്യാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.